മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണൊക്കെ ആയില്ലേ, അപ്പം നമുക്കിന്നൊരു പായസം ആയാലോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. അധികം ആരും അങ്ങനെ ട്രൈ ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു പായസമായിരിക്കും മിക്കവാറും ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാനിത് 2-3 തവണ ഉണ്ടാക്കി നോക്കിയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. ഇന്നത്തെ പായസം ഒരു പ്രഥമനാണ്. പ്രഥമൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒന്നുകിൽ അട അല്ലെങ്കിൽ എന്താ പറയുക പരിപ്പ്, പഴം ഇതൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇതൊന്നുമല്ല, കുമ്പളങ്ങ കൊണ്ടുള്ള പ്രഥമനാണ്. കുമ്പളങ്ങ കൊണ്ട് പ്രഥമനോ എന്നിപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുമ്പളങ്ങ കൊണ്ടുള്ള പ്രഥമൻ ഉണ്ടാക്കാൻ നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങ ഇതുപോലെ തൊലിയും അതിൻ്റെ ഉള്ളിലത്തെ സീഡും എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 650 ഗ്രാമോളം കുമ്പളങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. നമ്മൾ കേബേജ് തോരനൊക്കെ കൊത്തി അരിയുന്ന പോലെ ചെറുതായിട്ട് കൊത്തി അരിയുക. അതെല്ലാം ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുമ്പളങ്ങ മുഴുവനും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പാലട ഉണ്ടാക്കില്ലേ, അതിലത്തെ അടയുടെ ആ ഒരു സൈസിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ വലിയ പീസായിട്ട് ഇടാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കൂടെ തന്നെയാണ് ഇതിലേക്ക് ഞാൻ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലത്തെ കുമ്പളങ്ങയിലത്തെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ കളറൊന്നും ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലത്തെ വെള്ളം വറ്റി കിട്ടിയാൽ മതി. ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരും. ഇപ്പോൾ 5 മിനിറ്റ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഇതിപ്പോൾ 5 ശർക്കരയാണ്, ഏതാണ്ട് 250 ഗ്രാമോളം ഉണ്ടായിരുന്നു. ഇതൊരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അല്പം പഞ്ചസാര കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായിരിക്കും. കാറ്ററിംഗുകാരൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു ടിപ്പാണത്. ഇനി ശർക്കരയിലും പഞ്ചസാരയിലും കിടന്നിട്ട് കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിലേക്കെല്ലാം നല്ലതുപോലെ ഒന്ന് മധുരമൊക്കെ കയറി കുമ്പളങ്ങയുടെ ആ ഒരു പച്ചച്ചോയ ആ ഒരു ടേസ്റ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും ടേസ്റ്റായിട്ട് മാറും ഇത്. ഏതാണ്ട് ഒരു 7-8 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുറുകി ശർക്കരയുടെയും പഞ്ചസാരയുടെയും ഒക്കെ മധുരം കുമ്പളങ്ങയ്ക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പരുവം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഏതാണ്ട് 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശർക്കര പാനിയിൽ കിടന്നിട്ട് കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ കുമ്പളങ്ങ നല്ലതുപോലെ മധുരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ഒരു ശർക്കര പായസത്തിൻ്റെ ഒരു ടേസ്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഥമനാണല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് 2ാം പാലാണ് കേട്ടോ. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് അല്ല കേട്ടോ. കാരണം ഇവിടെ ചെറിയ തേങ്ങ മേടിക്കുമ്പോൾ അത് മിക്സ്ഡ് തേങ്ങയൊക്കെ വരുന്നതുകൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അധികം പാലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി എടുത്തത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. 8 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. ഫ്രഷ് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യത്തെ പാൽ ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചിട്ട് 2ാം പാൽ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് കിട്ടുന്നവർ അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് അടയും സേമിയൊക്കെ ചെയ്യുന്ന പോലെ ഡബിൾ സൈസായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം കോക്കനട്ട് മിൽക്കിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് 1ാം പാലാണ്. 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. തിള വരാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തേങ്ങ വറുത്തതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അടപ്രഥമൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബർഫിയൊക്കെ ഇല്ലേ, കുമ്പളങ്ങ ബർഫി, അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പായസം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എന്നും വെക്കുന്നതിൽ നിന്നൊരു വെറൈറ്റി അല്ലേ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പായസം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.